ഗവൺമെന്റിനോട് ഈ മുരളീധരനോടായാലും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത്, അവര് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കട്ടെ, എല്ലാവർക്കും പൊതിച്ചോറ് കൊടുക്കട്ടെ. ഈ 40,000 ചോറ് ഡിവൈഎഫ്ഐ 40,000 ചോറ് കൊടുക്കുന്നതിന് പകരമായി അവർ ചോറ് കൊടുക്കട്ടെ, അതിനൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. അതിനൊന്നും ഞങ്ങളെതിരല്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നത്. ഞങ്ങളോട് എന്നാണോ ഞങ്ങളെ തടയുന്നത് അതുവരെ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കും. അല്ല, നിർത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ തടയുന്ന സമയത്ത് കെ മുരളീധരൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ്, ഗവൺമെന്റ് ഈ പൊതിച്ചോറ് കൊടുക്കരുത്, അത് തടയുന്ന സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാലോ. കമ്മ്യൂണിറ്റി കിച്ചൺ ആണെങ്കിൽ അങ്ങനെ വരട്ടെ. ഇവരോട് പറയാനുള്ളത്, ഒരു വാശിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട് ഈ പൊതിച്ചോറ് സംവിധാനത്തെ തകർക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു പരിപാടി ഇവർ മുടക്കരുത്. എന്തായാലും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലെന്നേ. അവർ കൊടുക്കട്ടെ, ഗവൺമെന്റ് എന്നുള്ള നിലക്ക് കൊടുക്കട്ടെ. അതിനെ ആ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക, അതിൽ വേറെ ഒരു തർക്കവും ഇല്ല. പക്ഷെ ഈ ചോറ് മുടങ്ങരുത്, അവിടെ ചോറ് കിട്ടണം. ഈ പറയുന്ന ബാനർ കെട്ടി നടത്തുന്ന ഭക്ഷണ വിതരണമൊക്കെ, കൊടിയുടെ ലേബലിൽ നടത്തുന്ന ഒരു ഭക്ഷണ വിതരണം, അതൊക്കെ നിർത്തലാക്കി നമ്മുടെ സർക്കാരിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ. ഞങ്ങൾക്ക് ഈ മുരളീധരനോടൊക്കെ പറയാനുള്ളത്, അവർക്കൊക്കെ സംഘടനയുണ്ടല്ലോ. അവരുടെ യൂത്ത് കോൺഗ്രസോ KSCO, ഇപ്പം മുഖ്യമന്ത്രിയെ കാണാൻ കരഞ്ഞെടുക്കുന്ന KSCO അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തട്ടെന്നേ. സാക്ഷാൽ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിന്റെ നേതാവ്, ഈ ഹൃദയപൂർവ്വത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തതാ. മാതൃകാ പരിപാടി എന്നായിരുന്നു പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ ഒരു മാതൃകാ പരിപാടി എന്നുള്ളതാ. ആ രീതിയിലല്ലേ കാണേണ്ടത്. ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മേളനം ഞങ്ങൾ കൊടി വെക്കുന്നില്ല, അതിനെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രവർത്തനമാകുമ്പോൾ അതിൽ കൊടി ഉണ്ടാകും, ബാനറൊക്കെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഞങ്ങൾ നടത്തുക. ഇനി അല്ല, സർക്കാർ സംവിധാനമായിട്ട് ഇവർ വരട്ടെ, അല്ലെങ്കിൽ ഇവരുടെ യൂത്ത് കോൺഗ്രസോ ഈ പറയുന്ന KSCO ഏതെങ്കിലും ഒരു സംഘടന ഒരാഴ്ച കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയൊക്കെ അല്ലേ മത്സരിക്കേണ്ടത്. എന്തിനാ ഇങ്ങനെ ഇതിനെയൊക്കെ തകർക്കുന്നത്, ഈ തുരങ്കം വെക്കുന്നത്? ഇപ്പോൾ അവര് ഞങ്ങളോട് ഇതേപോലെ മത്സരിച്ച് വീടുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ലേ കേരളത്തിലെ ഈ യൂത്ത് കോൺഗ്രസ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അവർ 30 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തവരാ. എല്ലാവരും വരട്ടെ, ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഇടപെടട്ടെ. എന്നാൽ അവരെന്താ ചെയ്തത്? അവസാനം പണമില്ല എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഈ മുരളീധരനോടായാലും, മുരളീധരനെ ഇങ്ങനെ തിരിച്ചുവിടുന്ന സുധാകരനോടായാലും, മറ്റ് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഈ പൊതിച്ചോറ് മുടങ്ങരുത്. ഈ ആശുപത്രികളിൽ ഒരു നല്ല പരിപാടിയല്ലേ എന്ന് 40,000 പേർക്ക് ഉച്ചഭക്ഷണം ഒരു ദിവസം കിട്ടുക എന്നുള്ളത് മോശം പരിപാടിയാണോ? ഞങ്ങളുടെ കൊടി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കാ പ്രയാസം? ഞങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നോ, കൊടിയുടെ നിറം നോക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നവരുടെ ഒരു ഐഡന്റിറ്റി, ഒരു ഡിവൈഎഫ്ഐ എന്നുള്ളതല്ലേ, ഏതെങ്കിലും മറ്റു കാര്യങ്ങളൊന്നല്ലല്ലോ. അത് ഞങ്ങൾ ഡിവൈഎഫ്ഐ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ലല്ലോ പറയുന്നത്, ഒരു യുവജന സംഘടനയാണ്. അത് മറ്റുള്ളവർ കൂടി മാതൃകയാക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞങ്ങളിത് എവിടെയും ഒരു മോശം പ്രവൃത്തിയായിട്ട് കാണുന്നില്ല. ഞങ്ങളെ കൊടിയെ ഞങ്ങൾ അഭിമാനമായിട്ടാണ് കാണുന്നത്. ആ കൊടി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവർത്തികളൊക്കെ ചെയ്യാറ്. അതിനെന്തിനാ ഇവരിങ്ങനെ പേടിക്കുന്നത്?